ഹായ് ഡിയേഴ്സ്, ഫാറൂഖ് കോളേജ് കാലിക്കട്ടാണ് ഇന്ന് നമ്മൾ പറയുന്ന അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു കോളേജ്. ഇത് ഓട്ടോണമസ് ആണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഉള്ളത്. അപ്പോൾ അത് ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് farooqcollege.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. ആ ഒരു വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾ ഈ മുകളിൽ ഒരു റോ കാണുന്നുണ്ടോ, സിവിൽ സർവീസ് അക്കാദമി, NIRF എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സിൽ മുകളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ UG ആൻഡ് PG അഡ്മിഷൻ എന്ന് കാണാം. നമ്മൾ ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ UG അഡ്മിഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ UG അഡ്മിഷൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് നിലവിൽ പറഞ്ഞേക്കുന്നത് 31/5/2024. ഇനി നിങ്ങൾക്ക് അതിനുള്ളിൽ CBSEയുടെ റിസൾട്ട് വന്നില്ലെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നേക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ പ്രൊസീഡ് എന്നുള്ളൊരു ബട്ടണും കാണും, ഇൻസ്ട്രക്ഷനും കാണുന്നുണ്ട്. പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം, എന്താണ് പറയുന്നതെന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പ്രോസ്പെക്ടസും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് അവർ ഓപ്പൺ ആക്കി തരുന്നുണ്ട്. അതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ പ്രോസ്പെക്ടസ് കെയർഫുള്ളി ആയിട്ട് വായിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ രജിസ്ട്രേഷൻ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, ഫോൺ നമ്പറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ. ഇത് നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു രജിസ്ട്രേഷൻ നമുക്ക് പിന്നീട് തിരുത്താനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. ഫോൺ നമ്പർ, നമ്മൾ മെയിൽ ID, നമ്മൾക്കൊരു മെസ്സേജോ മെയിലോ വന്നാൽ നമ്മൾ അറിയുന്ന നമ്മളുടേതോ പാരൻസിൻ്റേതോ ആയിട്ടുള്ള മെയിൽ ID കൊടുക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, രണ്ടും അത് പ്രത്യേകിച്ച് ഓർക്കുക കേട്ടോ. ഇത് നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു മെയിലിലേക്ക് നിങ്ങൾക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മളവിടെ നമ്മൾ ആദ്യത്തെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓൺ പാസ്വേഡ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. നമ്മളുടെ ആ ഒരു ലിങ്ക് ഓപ്പൺ ആകും. അവിടെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങൾ അവിടെ ചോദിച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. പ്രൈമറി ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് അടുത്തടുത്ത പേജിലേക്ക് പോകാനായിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ്, പിന്നെ നിങ്ങൾ അവിടെ മാർക്കൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്താലാണ് നമ്മുടെ മാർക്കൊക്കെ എന്തായാലും ചോദിക്കും, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിടാം. ഏത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യത്തെ നമ്മുടെ മെയിൽ IDയും പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫസ്റ്റ് രജിസ്ട്രേഷനില്ലേ, അത് ചെയ്തിടാം. റിസൾട്ട് വരാത്തവർ പിന്നീട് റിസൾട്ട് വന്നിട്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഈ 31-ാം തീയതിക്ക് മുമ്പ് റിസൾട്ട് വരുമോ എന്നുള്ളത് നോക്കുക. 31-ാം തീയതിക്കുള്ളിൽ റിസൾട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഡേറ്റ് മാറ്റുന്നില്ല എങ്കിൽ കോളേജിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് പിന്നീട് എൻട്രി ചെയ്താൽ മതിയോ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫീസായിട്ട് ഇവർ പറയുന്നത് 400 രൂപയാണ്. SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 175 രൂപയാണ്. അത് നിങ്ങൾക്ക് ഓൺലൈൻ നെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ വേണമെങ്കിലും അടക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനൊരു സൈസും ഒക്കെ പറയുന്നുണ്ട്. 180 px ഹൈറ്റും 160 പിക്സൽ വിഡ്ത്തുമാണ് പറയുന്നത്. സൈസ് 100 KB കൂടാൻ പാടില്ല. JPG ഫോമാറ്റിലാണ് അവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പ്രോഗ്രാംസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഗ്രാംസ് വേണം എന്നുള്ളൊരു ചോയ്സ് ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്യുക, സേവ് ചെയ്യണം. എന്നിട്ട് അടുത്ത ഒരു പേജിലേക്ക് പോവുക. പിന്നെ വെരിഫൈ യുവർ എൻട്രീസ് ഇൻ ആപ്ലിക്കേഷൻ ബൈ ടേക്കിംഗ് എ പ്രിൻ്റ് ഔട്ട് ബൈ നാവിഗേറ്റിംഗ് ത്രൂ ഈച്ച് ഡേറ്റ എൻട്രി സ്റ്റെപ്പ് എന്നുള്ളത് കാര്യവും പറയുന്നുണ്ട്. എപ്പോഴും വൺസ് യു ഹാവ് എൻഷുർ ദ ഡേറ്റ ഫർണിഷ്ഡ് ആർ കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഗോ ടു ലോക്ക് ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് ആൻഡ് ലോക്ക് ബട്ടൺ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു ഡേറ്റ് കറക്റ്റ് ആണെന്നുള്ളത് എങ്കിൽ ലോക്ക് ചെയ്യുക. പ്ലീസ് ഡു നോട്ട് യൂസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് എന്നുള്ള ഈ ക്യാരക്ടേഴ്സ് ഒന്നും അതിൽ ആഡ് ചെയ്യരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ,
നമ്മൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ഇവരിപ്പോൾ സാധാരണഗതിയിലുള്ള ആളുകൾക്കൊന്നും അയച്ചു കൊടുക്കാനായിട്ട് നിലവിൽ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയോ കൾച്ചറൽ കോട്ടയോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊന്ന് പ്രോസ്പെക്ടസ് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ അവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഇനി ഇവിടെ നോട്ടായിട്ട് പറയുന്നത് യു ക്യാൻ ലോഗ് ഓൺ ടു യുവർ അക്കൗണ്ട് യൂസിങ് യുവർ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് ആൻഡ് ഡേറ്റ ക്യാൻ ബി എൻറ്റേർഡ് എഡിറ്റഡ് ടിൽ യു ലോക്ക് യുവർ ആപ്ലിക്കേഷൻ. അതായത് നമ്മളിവിടെ ഈ ഒരു 11ാമത്തെ സ്റ്റെപ്പായിട്ട് അത് ഫൈനൽ സബ്മിഷൻ എന്നുള്ള ഒരു ഇതിന് പകരം ഇവർ ലോക്ക്. അപ്പോൾ ആ ഒരു ലോക്ക് ചെയ്യുന്നത് വരെ, ലോക്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ആ ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. Only locked application with a prescribed fee will be treated as valued application for admission. All other application will be rejected. അപ്പോൾ നമ്മൾ ഈ ഫൈനൽ സബ്മിഷൻ അതിന് പകരം ഇവിടെ ലോക്കാണ് വരുന്നത്. അപ്പോൾ ആ ലോക്ക് കൊടുത്ത് ഫീസ് അടച്ചവരുടെ മാത്രമാണ് ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം, ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ആപ്ലിക്കേഷൻ വൺസ് ലോക്ക്ഡ് cannot be modified further under any circumstances. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ രജിസ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സേവ് കുറച്ച് പേജുകൾ ചെയ്ത് വെക്കണം എന്നുണ്ട്. ഇനി അക്കാദമിക് ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നിടത്തോളം കാര്യങ്ങൾ അത് വിട്ടിട്ട് ബാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ലോക്ക് കൊടുക്കരുത്. ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 31-ാം തീയതിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ അല്ലെങ്കിൽ ലോക്ക് കൊടുത്ത് പ്രിൻ്റ് എടുക്കണം. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളത് CBSE സ്റ്റുഡൻസ് എന്തായാലും അതിൻ്റെ മുമ്പ് റിസൾട്ട് വരുമായിരിക്കും. അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. ഇനി നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാലും അത് റീഫണ്ട് ചെയ്ത് തരില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ ഫോർ അഡ്മിഷൻ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഹാജരാക്കേണ്ട ഒറിജിനൽ ഡോക്യുമെൻ്റ്, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് A4 ഷീറ്റ് പേപ്പറിൽ 2 സൈഡിൽ എടുത്തതായിട്ട് അവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നു. അതായത് നമ്മൾ അപ്ലൈ ചെയ്യൂലേ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്. ഓക്കെ, മാർക്ക് ലിസ്റ്റ് ഓഫ് നമ്മളിപ്പോൾ +2 എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റ്, TC, ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണോ അവിടുത്തെ TC, പിന്നെ CCയും കൊണ്ടുവരണം. ഇൻകം, കമ്മ്യൂണിറ്റി ആൻഡ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ, അത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് എലിജിബിൾ ഫോർ കൺസെഷൻ. നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അത് എല്ലാവരും 8 ലക്ഷത്തിൽ താഴെയുള്ള എല്ലാവരും തന്നെ ഇൻകം കൊടുക്കുക. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കേരളത്തിൽ ജനിച്ച ഒരാളാണ്, ആ ഒരു പ്ലേസ് ഓഫ് ബർത്ത് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് SSLC സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്തവർ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതും ഇല്ലെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇതുപോലെ തന്നെയാണ്. SSLC സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. കറക്റ്റായിട്ട് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ നമ്മുടെ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇൻകം സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഇനി നിങ്ങൾ OBC NCL സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഇൻകം പറയുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾ NCC, NSS, SPC, സ്കൗട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള എലിജിബിൾ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കണം. ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റേജ് മാർക്കിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കണം കേട്ടോ. ഇനി ചില ബോർഡുകാർക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ നമ്മുടെ 4 സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും വേണം. ഇത് അഡ്മിഷൻ്റെ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ഹാജരാക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ നിങ്ങൾ ചെയ്ത് നോക്കുക, രജിസ്റ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അവിടെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ചില കോളേജസ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഒക്കെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. ചിലവർ അങ്ങനെ ചോദിക്കാറുള്ള അഡ്മിഷൻ നമ്മളിപ്പോൾ ആ ഒരു ഇതാണെന്ന്, ഇപ്പോൾ നിങ്ങൾ OBC ആണോ എന്നുള്ളടത്ത് OBC ആണെന്ന് കൊടുക്കും. അതിനുശേഷം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്താണ് ഹാജരാക്കാൻ പറയുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ
അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ PDF ആയിട്ട് കൊടുക്കുക, അതില്ലെങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുപോയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ PDF ആയിട്ട് അപ്ലോഡ് ചെയ്താലും അതിൻ്റെ എല്ലാം തന്നെ ഒറിജിനൽ അഡ്മിഷൻ്റെ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കണം കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്, അതായത് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് നമ്മുടെ കൂടെ പാരൻസ് ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഫാറൂഖ് കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ. നിങ്ങൾക്ക് ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ പ്രോസ്പെക്ടസ് കൊടുക്കുന്നുണ്ട് കണ്ടോ. നമ്മൾ ഈ 3 ബാറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ ഉണ്ട്, പ്രോസ്പെക്ടസ് ഉണ്ട്. ഇൻഡെക്സിങ് റൂൾ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് മാർക്ക്, ഓരോ പ്രോഗ്രാമിനും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു റൂള് അതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിലൊക്കെ ക്ലിക്ക് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.